നമസ്കാരം. കള്ളും കുടിച്ച് ലക്കും ലഗാനുമില്ലാതെ വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി നാട്ടുകാരുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഡോക്ടർമാരെയാണ് ഈ സമീപകാലത്ത് കണ്ടുവരുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു അപകടം നേരെ ജി പി എസ് വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിന്റെ പരിധിക്ക് ഇട്ട ഒരു കേസുണ്ട്. ഗൂഗിൾ മര്യാദയ്ക്കാണ് വഴി കാണിച്ചത്. പക്ഷേ വെള്ളം അടിച്ചുകൊണ്ട് ഓടിച്ച ആ ഒരു തിരക്കിനിടയിൽ അവർ നോക്കിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായും വഴി തെറ്റുമ്പോൾ റീറൂട്ട് കാണിക്കും. ഇതിനുള്ളിൽ റീറൂട്ട് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കാണ്, GPS നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാണ്. അപ്പോൾ ഏതായാലും അത് നേരെ ചെന്ന് വെള്ളക്കെട്ടിൽ വീണ് കുറച്ചെണ്ണം തീർന്നതെന്ന് നമുക്കറിയാം. അതുപോലെ ഇന്ന് ആക്കുളം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കോവളം പോലെ മറ്റൊരു സഞ്ചാര കേന്ദ്രമാണ് ഈ ആക്കുളം എന്ന് പറയുന്നത്. പക്ഷെ ആക്കുളത്ത് കായലാണ്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ആക്കുളം കായലിന് ഒരു പ്രത്യേകത ഉള്ളത്, തിരുവനന്തപുരത്തിന്റെ സകല മാലിന്യവും ചെന്ന് ചാടുന്ന ഒരു സ്ഥലമാണ് ഈ ആക്കുളം കായൽ. ആ ആക്കുളത്ത് മദ്യലഹരിയിൽ ഒരു ഡോക്ടർ ഓടിച്ച ജീപ്പ് ബൈക്കിലിടിച്ച് ഒരാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അതായത് ഡോക്ടർമാർ കള്ളു കുടിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വണ്ടി ഓടിച്ച് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നു എന്ന്. എന്താണ് ഡോക്ടർമാർ? അവരെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഡോക്ടർമാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് സംരക്ഷണമുണ്ട്. ആശുപത്രിയിൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും സംരക്ഷണമുണ്ട്. അതുപോലെ ആശുപത്രിക്കാർ എന്ത് കാണിച്ചാലും സംരക്ഷണമുണ്ട്. പക്ഷേ അവിടെ ചികിത്സിക്കാൻ വരുന്ന ഇവർക്കൊക്കെ കോടികൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രോഗികൾ എന്ന് പറയുന്നവർക്കും കൂട്ടിരിപ്പുകാരുണ്ടല്ലോ, അവർക്കും ഒരു കുന്തവും കിട്ടുന്നില്ല. അവരൊന്നും മിണ്ടാനും പാടില്ല. എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ഒക്കെ സഹിച്ചോളും. അതിന് പുറമെയാണ് ഇപ്പോൾ നാട്ടിൽ കൂടെ വഴിയടക്കാൻ പറ്റാത്തൊരവസ്ഥയായത്. സത്യത്തിൽ ഈ ഡോക്ടർമാർ ഗുണ്ടകളായി അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികളായി മാറുകയാണ്. ഇത് പറയുമ്പോൾ അവരെ എല്ലാം ഒരുപക്ഷെ ആക്ഷേപിക്കുന്നു എന്ന് തോന്നും. ഈ അടുത്ത കാലത്തുള്ളൊരു വനിതാ ഡോക്ടർ ഒരാളെ വെടിവെക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു. പിന്നെ മറ്റ് പല കേസുകളൊക്കെ ഡോക്ടർമാരെന്ന് പറയുന്നതെല്ലാം ജീവൻ രക്ഷ. ഈ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവന്, അവരുടെ ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും ആ ജീവനെ പിടിച്ചു നിർത്താൻ എന്താ പറയുക പ്രയത്നിക്കുന്നവരാണ്. അവരാണ് ഇമാതിരിയുള്ള പണി കാണിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ്. അമിത വേഗതയിൽ പോയ ജീപ്പ് നിയന്ത്രണം തെറ്റി ബൈക്കിലിടിക്കായിരിക്കുന്നു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പാറശാല സ്വദേശികളായ ശ്രീറാം അതുപോലെ ഷാനു, അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിൽ ശ്രീറാം മരിച്ചു എന്നാണ് വാർത്ത കേൾക്കുന്നത്. സത്യത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നത്. ഇവരൊന്നും ഡോക്ടറെന്ന് വിളിക്കാൻ പറ്റില്ല. ഒരാളെങ്കിലും വണ്ടിയിടിച്ച് കൊന്നാലോ മദ്യപിച്ച് അപകടം ഉണ്ടാക്കിയാലോ മറ്റു കാര്യങ്ങൾ ചെയ്താലോ അവരുടെ MBBS ഉണ്ടല്ലോ, അതിങ്ങോട്ട് ക്യാൻസൽ ചെയ്തേക്കണം. അത്തരത്തിലുള്ള ക്രൈം നടന്നു കഴിഞ്ഞാൽ MBBS ക്യാൻസൽ ചെയ്യണം, എന്നാലേ ഇത് നിൽക്കുള്ളൂ. Different angles. Don't forget to subscribe and support this channel.